കളർകോട് അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ഒരാൾ കൂടി മരിച്ചു. എടത്ത സ്വദേശി ആൽവിനാണ് മരിച്ചത്. എറണാകുളത്ത് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഷൈജു ഉണ്ട് വിവരങ്ങൾ നൽകാൻ. ഷൈജു, ഏറെ സങ്കടകരമായ വാർത്തയാണ്. ഒരു വിദ്യാർത്ഥി കൂടി മരണത്തിന് കീഴ്പ്പെടുകയാണ്. എപ്പോഴാണ് മരണം സ്ഥിരീകരിച്ചത്? മറ്റു വിവരങ്ങൾ എന്തെല്ലാമാണ്? രേഷ്മ, അല്പസമയങ്ങൾക്ക് മുമ്പാണ് ആൽവിന്റെ മരണം സ്ഥിരീകരിച്ചത്. ആലപ്പുഴയിലെ എടത്വ സ്വദേശിയാണ് ആൽവിന്റെ തലച്ചോറ്, ശ്വാസകോശം, വൃക്ക, പ്ലീഹ, ഇടതു തുടയിലെ എല്ല്, അതോടൊപ്പം തന്നെ മുട്ടല് എന്നിവയ്ക്ക് ക്ഷതമേറ്റിരുന്നു. 1-2 ശസ്ത്രക്രിയകൾ ആലപ്പുഴയിൽ നടത്തിയിരുന്നു. പക്ഷേ അപകടനില തരണം ചെയ്യാത്തത് കൊണ്ട് കഴിഞ്ഞ ദിവസം ഇന്നലെ രാവിലെയോടുകൂടിയാണ് എറണാകുളം സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയത്. അവിടെ ചികിത്സ തുടരുകയും മെഡിക്കൽ ബോർഡിന്റെ കർശന നിരീക്ഷണവും തുടരുകയായിരുന്നു. പക്ഷേ ജീവൻ നിലനിർത്താൻ കഴിഞ്ഞില്ല എന്നാണ് ഏറ്റവും ദുഃഖകരമായ ഒരു കാര്യം. അങ്ങനെ മരണം 6 ആയിട്ടുണ്ട്. ഈ എടത്വ സ്വദേശിയാണ് അദ്ദേഹം. ഇതോടെ ഈ മരണം 6 11 പേർ യാത്ര ചെയ്തതിൽ 6 പേർ മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നു. തലച്ചോറിലും ആന്തരികാവയവങ്ങളിലും ഗുരുതരമായ ക്ഷതമേറ്റതിനെ തുടർന്നായിരുന്നു ഈ ഗുരുതരാവസ്ഥയിലേക്ക് മാറിയത്. ഈ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ ചികിത്സ തുടരുന്നതിനിടയിലാണ് വിദഗ്ധ ചികിത്സ ലഭ്യമാക്കണം എന്ന മെഡിക്കൽ ബോർഡിന്റെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് ഇന്നലെ മാറ്റിയത്. ഈ മെഡിക്കൽ ബോർഡിന്റെ നിരീക്ഷണത്തിൽ തന്നെയായിരുന്നു അവിടെയും ചികിത്സ തുടരുന്നതെങ്കിലും ജീവൻ നിലനിർത്താനുള്ള പരമാവധി ശ്രമം നടത്തിയിരുന്നു. പക്ഷേ അത് ഫലം ചെയ്തില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ അല്പസമയങ്ങൾക്ക് മുമ്പാണ് ആൽവിനും യാത്ര പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ കളർകോടുണ്ടായ ദാരുണമായ വാഹനാപകടത്തിൽ മരണം ഇപ്പോൾ 6 എന്ന ഏറ്റവും ദുഃഖകരമായ ഒരു കാര്യമാണ് പങ്കുവയ്ക്കാനുള്ളത്. രേഷ്മ. ഷൈജു, ഇനിയിപ്പോൾ തുടർ നടപടികളെ കുറിച്ച് തീരുമാനിച്ചിട്ടുണ്ടോ? സ്വാഭാവികമായും ആശുപത്രിയിൽ തന്നെ കുടുംബാംഗങ്ങളൊക്കെ ഉണ്ടാകും. ഈ പോസ്റ്റ്മോർട്ടം, മറ്റ് നടപടിക്രമങ്ങളൊക്കെ എങ്ങനെയാണ് ആലോചിക്കുന്നത്? അത്തരം കാര്യങ്ങളെക്കുറിച്ച് ഇപ്പോഴൊരു വ്യക്തതയില്ല. അല്പസമയങ്ങൾക്ക് മുമ്പാണ് ഈ മരണം സ്ഥിരീകരിച്ച് വാർത്ത പുറത്തേക്ക് വരുന്നത്. രേഷ്മ സൂചിപ്പിച്ചതുപോലെ ബന്ധുക്കളും അതോടൊപ്പം തന്നെ ആലപ്പുഴയിലുള്ളവരും അവർ 1-2 സഹപാഠികളും ഒക്കെ ആശുപത്രിയിൽ തന്നെയുണ്ട്. നേരത്തെ 5 പേരുടെയും മൃതദേഹം മെഡിക്കൽ കോളേജ് ക്യാമ്പസിൽ പൊതുദർശനത്തിന് വെച്ചിരുന്നു. അതിനുശേഷം സർക്കാർ തന്നെ മുൻകൈയെടുത്ത് വീട്ടിലേക്ക് എത്തിക്കുകയായിരുന്നു. ഇതിൽ എന്താണ് അടുത്ത നടപടിക്രമം എന്നത് സംബന്ധിച്ച ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല. ബന്ധുക്കളും ഒക്കെ ആലോചിച്ചതിന് ശേഷം ആ കാര്യത്തിൽ തീരുമാനമെടുക്കും. മറ്റ് 4 പേർ അപകടനില തരണം ചെയ്ത് അവർ വെന്റിലേറ്ററിൽ നിന്ന് 2 ആളുകൾ ഉണ്ടായിരുന്നു. അവർ മാറി അവർ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്ന എന്ന ശുഭകരവും അങ്ങേയറ്റം സന്തോഷകരമായ വാർത്ത നൽകുന്നതിനിടയിലാണ് ഇപ്പോൾ ദുഃഖിപ്പിക്കുന്ന മറ്റൊരു വാർത്ത നൽകേണ്ടി വരുന്നത്. ആൽവിനും മരണത്തിന് കീഴടങ്ങിയിരിക്കുകയാണ്.